ഹലോ. അപ്പോൾ ഇന്നലത്തെ മാർക്കറ്റ് അത്യാവശ്യം നല്ല രീതിയിലൊരു അപ് ട്രെൻഡ് നമുക്ക് തന്നു. ഇന്നലെ നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ വരച്ചിരുന്നത് ഈ ഭാഗത്തായിരുന്നു. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഐ തിങ്ക് ഇവിടെയും ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു. ഈ രണ്ട് വശത്തായിരുന്നു നമ്മൾ സപ്പോർട്ടും റെസിസ്റ്റൻസ് വരച്ചത്. ആൻഡ് മാർക്കറ്റ് ഓപ്പൺ ചെയ്തത് ഈ ഡൗൺ റെസിസ്റ്റൻസിൻ്റെ മേളിലായിട്ട് ഓപ്പൺ ചെയ്തു. ആൻഡ് അവിടെ നിന്ന് മേലോട്ട് പോയി. അത് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കൊരു അപ് ട്രെൻഡ് ബൈയിങ് കോൾ ഓപ്ഷൻ എടുക്കാമായിരുന്നു. ആൻഡ് സ്റ്റിൽ അത് മേലോട്ട് തന്നെ പോയാൽ മതി. അപ്പോൾ ഇവിടെ നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു ഒരു 23,800 ഒരു കോൾ ഓപ്ഷൻ വാങ്ങിക്കാറുണ്ട്. സോ ലെറ്റ്സ് 23,800 ഒരു കോൾ ഓപ്ഷൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ 23,800 ഒരു കോൾ ഓപ്ഷൻ നമ്മളവിടെ പർച്ചേസ് ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. റഫ്ലി ഒരു നല്ലൊരു ഫ്രഷ് തുടക്കത്തിൽ തന്നെ നോക്കാം. ഡബിൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു 1.25 ആയപ്പോൾ ഒരു 100% പ്രീമിയം 100% പ്രോഫിറ്റിൽ നമുക്ക് എക്സിറ്റ് ആവാമായിരുന്നു. സോ ഇന്നത്തെ ഇത് പറയുകയാണെങ്കിൽ ഇന്നത്തെ മാർക്കറ്റ് പറയുകയാണെങ്കിൽ ആക്ച്വലി ഇന്നുണ്ട്. ഇന്ന് പിന്നെയും ഒരു ഓൾ ടൈം ഹൈയിൽ നിൽക്കുകയാണ് മാർക്കറ്റ്. കഴിഞ്ഞ ദിവസം ഒരു എൻഗൾഫിങ് ക്യാൻഡിലാണ് ഇവിടെ ഫോം ചെയ്ത് അവിടുന്ന് ഡൗൺ ട്രെൻഡ് ആയിരുന്നെങ്കിലും ബട്ട് സ്റ്റിൽ ഒരു അപ് ട്രെൻഡിന് തുടക്കം തന്നെ തന്നു. ദെൻ ഇന്നലെ ഒരു പിന്നെയും ഒരു ഗുഡ് അപ് ട്രെൻഡ് തന്നെ തന്നു. ആൻഡ് റീച്ച്ഡ് അടുത്ത ഹൈയിലേക്ക് വന്നു നിഫ്റ്റി മാർക്കറ്റ്. സോ ഇന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്കൊരു നല്ലൊരു ബൈയിങ് പൊട്ടൻഷ്യൽ തന്നെയാണ് മാർക്കറ്റിലുള്ള. അപ്പോൾ ഇതാണ് അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ വരുന്നത്. ആൻഡ് ഈ പ്രൈസ് പോയിന്റ് ഇത് നമുക്കൊരു ചെറിയൊരു കൺസോൾട്ടേഷൻ ഏരിയ പോലെ ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കാണ്. ഓക്കെ. ദെൻ അതിൻ്റെ സപ്പോർട്ടും റെസിസ്റ്റൻസ് ഒക്കെ വരുന്നത് ഇങ്ങനെയാണ്. ഈ 23,800 തന്നെയാണ് ഇന്നും നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് നല്ലൊരു ഓപ്ഷൻ. നോക്കാം. 23,800 കോൾ ഓപ്ഷൻ. ഇത് മിക്കവാറും ഓപ്പൺ ചെയ്യുന്ന ഒരു അത്യാവശ്യം ഒരു ലോയിലായിരിക്കും. 23,800 എക്സ്പയറിയോട് കുറച്ച് നല്ലോണം അടുത്ത് നിൽക്കുകയാണ്. ഒരു 64 ഓപ്പൺ ചെയ്യാൻ പോകുന്നില്ല. ഫസ്റ്റ് അപ് ട്രെൻഡ് കിട്ടാൻ ചാൻസ് ഉണ്ട് അതിൻ്റെ അത് 23,800 കോൾ ഓപ്ഷൻ. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ നോക്കുന്നത് 24,000 പുട്ട് ഓപ്ഷൻ. 24,000 കോൾ ഓപ്ഷൻ 14 നിൽക്കുക. നോക്കാം, നമുക്ക് ഉചിതം പോലെ ഒരു പൊസിഷൻ എടുക്കാം അതിനകത്ത്. പിന്നെ നമുക്ക് ഡൗൺ ട്രെൻഡ് വരികയാണെങ്കിലുള്ള ഒരു ഓപ്ഷൻസ് ആണ് നോക്കുന്നത്. ഡൗൺ ട്രെൻഡ് വരികയാണെങ്കിൽ നമുക്ക് ഈ 23,500 ഫുഡ് ഓപ്ഷൻ 23,500 ഫുഡ് ഓപ്ഷൻ അത് അത്യാവശ്യം നല്ല ഡൗൺ ട്രെൻഡിലാണ്. ബട്ട് ഓക്കെ, മാർക്കറ്റ് മാറുകയാണെങ്കിൽ ഇത് ഒരു നല്ല അപ് ട്രെൻഡ് തന്നെ തരും. നോ ഇഷ്യൂസ്. സോ താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കേട്ടോ.